നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിൽ. 7 പേര് ആശുപത്രിയിലാണ്, 7 പേര് മിസ്സിംഗ് ആണ്, അവരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലേർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തല്ലേ. 265 മില്ലിമീറ്റർ മഴ 225 സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ടുള്ള ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പ്രാഥമികമായ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമികമായി ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇപ്പോൾ അവിടുത്തെ ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിൻ്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെൻസിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തും. അതിന് മുമ്പ് പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് അത് പോയിരിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും. പിന്നെ സമയം അല്ല, ഇത് നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും ആ പദ്ധതിക്ക് ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹൈവേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈവേ അധികൃതരെ നമ്മൾ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ അതിൻ്റെ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്പോട്ടിലും, എല്ലാ പ്രോൺ സ്പോട്ടിലും പോയി ജില്ലാ കളക്ടർമാർ തന്നെ ഹൈവേ പണിയുന്നതിൻ്റെ പോയി അന്വേഷിച്ചിരുന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടാണ് എങ്കിലും ഒരുപാട് സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അടക്കമുള്ള സംഭവങ്ങൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുടെ നിർമ്മാണത്തിലും ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ള പരാതി സർക്കാരിനുണ്ട്. ഇല്ല, അവർ വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. നമ്മൾ അത് കൂടുതലും ജീവനക്കാർ 7 പേരെയാണ് മിസ്സിങ്. അപ്പോൾ അവരെ കുറിച്ച് അവർ പണിക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നേ. ഞാൻ പ്രാഥമികമായ വിവരമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഇപ്പോൾ 2 മിനിസ്റ്റേഴ്സിനെ ഇപ്പോൾ നമ്മൾ അയക്കുകയാണ് അങ്ങോട്ട്. ഈ റവന്യൂ മന്ത്രി അനിൽകുമാറിനെയും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖും ഇപ്പോൾ തന്നെ അവർ യാത്ര ചെയ്യിക്കും. അവരുടൻ തന്നെ അവിടെ തന്നെ എത്തിച്ചേർന്ന് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഓഫീസിലും ഇതെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു. അത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
തീരുമാനിച്ചില്ല. ഇപ്പം എന്തായാലും 2 മന്ത്രിമാർ ഇപ്പം തന്നെ പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.